വിശദമായ വാർത്തകളിലേക്ക്. വയനാട് മാനന്തവാടി പുതുശ്ശേരിയിൽ കടുവ ആക്രമണത്തിൽ മരിച്ച കർഷകന്റെ കുടുംബത്തിന് 10 ലക്ഷം സഹായധനം നൽകും. കാർഷിക കടങ്ങൾ എഴുതിത്തള്ളാനും കുടുംബത്തിൽ ഒരാൾക്ക് താൽക്കാലിക ജോലി നൽകാനും തീരുമാനമായി. മാനന്തവാടി താലൂക്ക് ഓഫീസിൽ ജില്ലാ കളക്ടർ എ ഗീതയുടെ അധ്യക്ഷതയിലാണ് ചർച്ച നടത്തിയത്. തോമസിന്റെ മൃതദേഹം നാളെ സംസ്കരിക്കും. നമുക്ക് താൽക്കാലികമായി ജോലി കൊടുക്കാം. അതായത് ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി, കമ്പ്യൂട്ടർ ആണെങ്കിൽ കമ്പ്യൂട്ടർ ടൈപ്പിസ്റ്റ് എന്താണോ സൂട്ടബിൾ ആവുന്ന താൽക്കാലികമായിട്ട് കൊടുക്കാം എന്നുള്ളത് ധാരണയായിട്ടുണ്ട്. ബാക്കി നമുക്ക് പിന്നെ ഡൈയിങ് ഹാർനസ് പോലത്തെ ഒരു സ്കീമിൽ ജോലി സ്ഥിരമായി കിട്ടണമെങ്കിൽ അത് ക്യാബിനറ്റ് ഡിസിഷൻ ആവശ്യമാണ്. അത് ശുപാർശ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ എടുത്തിരിക്കുന്ന നിലപാട്. കാർഷിക ലോണും സംബന്ധിച്ച് നമുക്കത് റൈറ്റ് ഓഫിന്, അതായത് വകുപ്പ് മുഖാന്തരം തന്നെ എടുത്തിട്ട് നമുക്കത് ഗവൺമെന്റ് ടേക്കപ്പ് ചെയ്യാമെന്നുള്ളതും നമ്മൾ സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. കോമ്പൻസേഷനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇപ്പം കൊടുക്കാൻ പറ്റുന്നത് പരമാവധി 10 ലക്ഷം രൂപയാണ്. അത് നമ്മൾ ഇന്ന് നാളെയായിട്ട് കൊടുക്കും എന്നുള്ള വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. ബിഫോർ ഉച്ചയ്ക്ക് മുമ്പായിട്ട് ഇന്ന് 5 ലക്സ് ഓൾറെഡി ഞങ്ങൾക്ക് ചെക്ക് ഉണ്ടായിരുന്നു. അടുത്ത് നാളെ അതും ബാക്കിയും കൂടെ കൊടുക്കാമെന്നുള്ളതാണ്. ബാക്കി വരുന്ന 40 ലാക്സ് എന്ന് പറയുന്നത് ഞങ്ങൾ ശുപാർശ ചെയ്യാം എന്നുള്ള ഇതിലാണ്. പിന്നെ CMDRFൽ കൊടുക്കാം. ഇത് ഇങ്ങനെ ആവശ്യം ഉന്നയിച്ചതും അത് കൊടുക്കേണ്ടതാണെന്നുള്ള രീതിയിൽ ശുപാർശ ചെയ്യാമെന്നാണ് നമ്മളിപ്പോൾ തീരുമാനമായത്. വിവരങ്ങളുമായി രതീഷ് വാസുദേവൻ ചേരുന്നുണ്ട്. രതീഷ്, ഈ നാമമാത്രമായ ധനസഹായം പോരാ, ആശ്രിത നിയമനം വേണം, നല്ലൊരു തുക തന്നെ നഷ്ടപരിഹാരമായി ലഭിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ബന്ധുക്കളും നാട്ടുകാരും ചേർന്നുള്ള പ്രതിഷേധം. ഈ ചർച്ച വിജയം കണ്ടു എന്ന് പൂർണ്ണതോതിൽ പറയാൻ സാധിക്കുമോ? 10 ലക്ഷം രൂപ ധനസഹായം നൽകാം, താൽക്കാലിക ജോലി നൽകാം വനംവകുപ്പിൽ തുടങ്ങിയ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു തീരുമാനമൊക്കെ ഈ ചർച്ചയിൽ വന്നിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് സംസ്കാര ചടങ്ങുകളിലേക്കൊക്കെ കുടുംബം കടന്നിട്ടുള്ളതും. എന്താണ് ഈ ചർച്ച വിജയകരമെന്ന് പറയാൻ സാധിക്കുമോ? അതോടൊപ്പം തന്നെ ഈ സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ കൂടി. തീർച്ചയായും സാങ്കേതികമായി ഇന്ന് കളക്ടറും ബന്ധപ്പെട്ട MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുമായിട്ടുള്ള ഈ ചർച്ച രാവിലെ ഇത്തരത്തിൽ നഷ്ടപരിഹാരം ഉൾപ്പെടെ വർദ്ധിപ്പിക്കണം എന്ന നിർദ്ദേശം നാട്ടുകാരും ജനകീയ കമ്മിറ്റിയും ബന്ധുക്കളും ഉൾപ്പെടെ മുന്നോട്ട് വച്ചിരുന്നു. അതേ തുടർന്നായിരുന്നു ഈ ചർച്ച മുന്നോട്ട് പോയത്. എന്നാൽ ഈ ചർച്ച സാങ്കേതികമായി വിജയിച്ചില്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം 40 ലക്ഷത്തിന്റെ ഒരു ശുപാർശ, അതായത് നഷ്ടപരിഹാരം വേണമെന്ന ശുപാർശ കൃത്യമായി ജില്ലാ കളക്ടർ ഔദ്യോഗികമായി MLAയുടെ സാന്നിധ്യത്തിൽ അങ്ങനെ ഒരു യോഗ തീരുമാനം എന്ന നിലയിൽ സർക്കാരിലേക്ക് അറിയിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഈ ചർച്ചയുടെ നേട്ടമായി തന്നെ കാണേണ്ടതുണ്ട്. മാത്രവുമല്ല, ഈ വീട്ടിലെ ഒരു അംഗത്തിന് താൽക്കാലിക ജോലി യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ നൽകാമെന്നും പിന്നീട് ക്യാബിനറ്റിന് വേണ്ടി ശുപാർശ ചെയ്യാം, സ്ഥിര നിയമനത്തിന് ബന്ധപ്പെട്ട് ക്യാബിനറ്റിലേക്ക് ശുപാർശ ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കാർഷിക കടങ്ങൾ എഴുതിത്തള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇദ്ദേഹം എടുത്ത ഒരു വ്യവസായ ലോണുണ്ട്, അത് സംബന്ധിച്ച് പരിശോധന നടത്തി അത് ഏത് രീതിയിൽ ക്രമീകരിക്കാമെന്ന് പറയുന്നു. ആ രീതിയിൽ അതും പരിഗണനയിലുണ്ട്. അതുകൊണ്ട് ഈ ചർച്ച പരാജയമാണെന്ന് പറയാൻ പറ്റില്ല. ഒറ്റ നടത്തിൽ സാങ്കേതികമായി ഇത് വിജയം തന്നെയാണ്. എന്നാലും ആദ്യഘട്ടത്തിൽ ഇവർ ഉന്നയിച്ച തരത്തിലേക്ക് അത് ഉയർന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാലും മെച്ചപ്പെട്ട ഇനത്തിൽ ഈ ചർച്ച ഇവർക്ക് ഗുണകരമായി എന്ന് തന്നെയാണ് ആകെ പറയാവുന്നത്. മറ്റൊന്ന്, ഈ കാരണം കൊണ്ട് തന്നെയായിരുന്നു ഇവർ ഈ സംസ്കാര ചടങ്ങുകൾ വൈകിപ്പിക്കുന്ന നിലപാടിലേക്ക് വന്നത്. എന്നാൽ ഇത് പൂർത്തിയായതോടെ, ഇങ്ങനെ ഒരു ഉറപ്പ് ലഭിച്ചതോടെ സംസ്കാര ചടങ്ങുകൾക്ക് അവർ തയ്യാറായി, മൃതദേഹം ഏറ്റെടുക്കാൻ തയ്യാറായി. അതിനുശേഷം 6 മണിയോടെയാണ് ഈ പുതുശ്ശേരിയിലെ ഈ വെള്ളാരംകുന്ന് ഭാഗത്തെ വീട്ടിൽ മൃതദേഹം എത്തിച്ചത്. എന്തായാലും സംസ്കാര ചടങ്ങുകൾ പതിവ് പോലെ കൃത്യമായി നടക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. നാളെ 2:30 പുതുശ്ശേരിയിലെ സെന്റ് തോമസ് ദേവാലയത്തിൽ തന്നെ ചടങ്ങുകൾ നടക്കും. അദ്ദേഹത്തിന്റെ ഒരു ജ്യേഷ്ഠൻ വിദേശത്തുണ്ട്. അദ്ദേഹം കൂടെ എത്തിക്കഴിഞ്ഞാൽ ചടങ്ങുകൾ വൈകാതെ തന്നെ നാളെ തുടങ്ങും. 2:30 തന്നെ ചടങ്ങുകൾ പൂർത്തീകരിക്കും എന്നാണ് ഇവിടുന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും ഇപ്പോൾ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ വലിയ ഒരു സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. മാത്രമല്ല, ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഈ വീട് സന്ദർശിച്ച് ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവരെ സന്ദർശിച്ചിരുന്നു.
നിരവധി ആളുകളാണ് ഈ സമയത്തും അദ്ദേഹത്തിൻ്റെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി എത്തിയിട്ടുള്ളത്. പ്രദേശത്ത് അത്രത്തോളം ബന്ധപ്പെട്ട ആളുകൾക്ക് ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു ഇദ്ദേഹം എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും സംസ്കാര ചടങ്ങുകൾ നാളെ 2:30 തന്നെ നടക്കുമെന്നാണ് ബന്ധുക്കളും ബന്ധപ്പെട്ടവരും അറിയിക്കുന്നത്. അത് മാത്രമല്ല, ഇതിന് ഒപ്പം തന്നെ മറ്റൊന്ന് പറയേണ്ടത്, കടുവയുമായി ബന്ധപ്പെട്ട തെരച്ചിൽ അതും ദൗത്യസംഘം നാളെയും പുനരാരംഭിക്കും. വളരെ സജീവമായി തന്നെ അത്തരത്തിലുള്ള തെരച്ചിലിലേക്ക് പോകുമെന്നാണ് വനപാലക സംഘവും അറിയിച്ചിട്ടുള്ളത്. ആര്യ. ശരി, രതീഷ് വാസുദേവനാണ് തോമസിന്റെ വീട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. കടുവയുടെ ആക്രമണത്തിൽ മരിച്ച കർഷകന്റെ സംസ്കാരം നാളെ നടക്കും. ഭാഗികമായെങ്കിലും കുടുംബത്തിന്റെ ആവശ്യങ്ങളെല്ലാം തന്നെയും അധികൃതർ അംഗീകരിച്ചിട്ടുണ്ട്. 10 ലക്ഷം രൂപ ധനസഹായം, താൽക്കാലിക ജോലി വനം വകുപ്പിൽ നൽകും, കാർഷിക കടം എഴുതിത്തള്ളും എന്നുള്ള തീരുമാനങ്ങളാണ് ഏതായാലും ഇന്ന് നടന്ന യോഗത്തിൽ കൈക്കൊണ്ടിട്ടുള്ളത്. മറ്റു വാർത്തകളിലേക്ക്. പാലക്കാട് ധോണിയിൽ ജനങ്ങളെ ഭീതിയിലാക്കിയും കൃഷി നശിപ്പിച്ചും PT-7 ഉൾപ്പെടെയുള്ള കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിൽ തുടരുന്നു. കൂട് നിർമ്മാണം പൂർത്തിയായതോടെ ആനയെ പിടികൂടാൻ ഉടൻ നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പതിവ് പോലെ ഇന്നലെ രാത്രിയും PT-7 ഇറങ്ങി. ഒപ്പം 2 കാട്ടാനകളും. ആനക്കൂട്ടം ഈ മേഖലയിലെ നെൽകൃഷി നശിപ്പിച്ചിട്ടുണ്ട്. ജനങ്ങൾ ഭീതിയിലാണ്. ഇവിടെ ഇന്നലെ കാലത്ത് പോലെ 7 മണിയാകുമ്പോൾ ഇതിൽ കൂടെ ആന പോയിരിക്കുകയാണ്. ഇത് ഒത്തിരി അത് അവിടെ കേട് വരുത്തിയിട്ടുണ്ട് നെല്ല്. ഞങ്ങൾ എങ്ങനെ ജീവിക്കും ഇവിടെ? ഈ ആനന്റെ ശല്യം കൊണ്ട് ഒരുപാട് ആൾക്കാർ കൃഷി ചെയ്യാതെ കിടക്കുന്നുണ്ട്. ഈ ചെയ്തവർക്ക് ഇത്രയും ബുദ്ധിമുട്ട്, എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയൊക്കെ ചെയ്യണത്. ഈ കഴിഞ്ഞ ദിവസം രാത്രി എനിക്ക് പെട്ടെന്ന് വയ്യാതെയായി. ആ ഓട്ടോറിക്ക് ആരും വരാനില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഈ ആനനെ പൊടിച്ചിട്ട് ആരും വരില്ല പറഞ്ഞ പാടത്ത് കൃഷി ചെയ്തത് ഇങ്ങനെയായി. അങ്ങനെ നഷ്ടം തന്നെയാണ്. PT-7 പിടിച്ചാൽ തളയ്ക്കാനുള്ള കൂടിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. ഇനിയും നീളാതെ കാട്ടാനയെ ഉടൻ പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 പാലക്കാട്. ഇടുക്കി ആനയിറങ്കലിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് ബൈക്ക് യാത്രികൻ തലനാഴിഴയ്ക്ക് രക്ഷപ്പെട്ടു. രാവിലെ 6:30ഓടെയായിരുന്നു സംഭവം. ദേശീയപാതയിലെ വളവ് തിരിഞ്ഞു വന്ന ബൈക്ക് ആനയുടെ മുന്നിൽ പെടുകയായിരുന്നു. ആനയിറങ്ങൽ മെയിൻ റോഡിൽ നിൽക്കും സാർ ആന. അയ്യോ 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 ആന പാഞ്ഞടുത്തെങ്കിലും സമീപത്ത് നിന്ന് ആളുകൾ ബഹളമുണ്ടാക്കിയതോടെ ആക്രമിക്കാതെ വഴിമാറി പോവുകയായിരുന്നു. നിരവധി പേരെ കൊലപ്പെടുത്തിയ മുറിവാലൻ എന്ന ആനയുടെ മുന്നിലാണ് യാത്രക്കാർ പെട്ടത്. കളമശ്ശേരിയിൽ വീണ്ടും ഭക്ഷ്യസുരക്ഷാ റെയ്ഡ്. നഗരസഭയ്ക്ക് സമീപം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അധോലോകം ഈറ്റില്ലം എന്ന ഹോട്ടൽ ലൈസൻസ് ഇല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പൂട്ടിച്ചു. കളമശ്ശേരിയിൽ പഴകിയ മാംസം പിടിച്ച സംഭവത്തിൽ ഇടപെട്ട ഹൈക്കോടതി വിഷയത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ലീഗൽ സർവീസസ് അതോറിറ്റിക്ക് രജിസ്ട്രാർ നിർദ്ദേശം നൽകി. സംഭവത്തെക്കുറിച്ച് കെൽസ കളമശ്ശേരി മുനിസിപ്പാലിറ്റിയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഹോട്ടലിലെ ഷവർമ ഉണ്ടാക്കുന്നയിടത്ത് പൂച്ചയും. പയ്യന്നൂരിലെ മജ്ലിസ് റെസ്റ്റോറന്റിൽ ഇന്നലെയാണ് സംഭവം. 2 പൂച്ചകളാണ് പാചകക്കാരൻ ഇല്ലാതിരുന്ന സമയത്ത് ഷവർമ കഴിച്ചത്. പൂച്ച കയറിയതിന് പിന്നാലെ ഷവർമ നശിപ്പിച്ചതായി ഹോട്ടൽ ഉടമ വ്യക്തമാക്കി. ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതുവരെ ഹോട്ടൽ അടച്ചിടാൻ നഗരസഭ ആരോഗ്യ വിഭാഗം നിർദ്ദേശം നൽകി. അതേസമയം സ്ഥലത്ത് പരിശോധന നടത്തിയതായും 3 ദിവസത്തിനകം ശുചിത്വം ഉറപ്പാക്കണമെന്ന് നിർദ്ദേശിച്ചതായും നഗരസഭ ആരോഗ്യ വിഭാഗം വ്യക്തമാക്കി. നിലവിലുള്ള അപാകതകൾ പരിഹരിച്ചു മാത്രമേ ഹോട്ടൽ തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കുകയുള്ളൂ എന്ന് നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർ അറിയിച്ചു. എന്തെങ്കിലും പറ്റിയതാണ് എന്നാണ് ഒരിടത്ത് അന്വേഷിച്ച് പറഞ്ഞു കഴിയത്. നമ്മളേതായാലും സ്ഥാപനം അടച്ചാൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. എല്ലാം ക്ലീൻ ചെയ്ത് ഈ ഷവർമ കൊടുക്കുന്ന സ്ഥലമൊക്കെ ചില്ല് കൊണ്ട് മറച്ച് പുറത്തുനിന്ന് ഇതുപോലൊരു അനുഭവം
ഇനി ഉണ്ടാവാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് ഒരു പരിശോധന നടത്തിയ ശേഷം മാത്രമേ സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കുകയുള്ളൂ. നിയമപരമായിട്ടുള്ള നടപടികൾ തീർച്ചയായും ഉണ്ടാവും. ഇപ്പം 3 ദിവസമാണ് പറഞ്ഞത്. 3 ദിവസം കൊണ്ട് അവർ ചെയ്തിട്ട് നോക്കിയിട്ട് നമുക്ക് തുറക്കാൻ അനുവദിക്കും. വെള്ളക്കരം ലിറ്ററിന് 1 പൈസ വർദ്ധിപ്പിക്കുമെന്ന് ഇ പി ജയരാജൻ. ജല അതോറിറ്റി ശുപാർശ ഇടതുമുന്നണി അംഗീകരിച്ചു. 2391.85 കോടി നഷ്ടത്തിലാണ് ജല അതോറിറ്റി. ഈ നഷ്ടം നികത്താനാണ് വെള്ളക്കരം വർദ്ധിപ്പിക്കുന്നതെന്നും ഇ പി ജയരാജൻ പറഞ്ഞു. ശ്രീ റോഷി അഗസ്റ്റിൻ, നമ്മുടെ ജലസേചന വകുപ്പ് മന്ത്രി, നിർദ്ദേശിച്ചിട്ടുള്ളൊരു കാര്യം, ഈ ജലത്തിന്റെ നികുതി, ജലത്തിന്റെ വില വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രപ്പോസൽ അദ്ദേഹം LDFന്റെ മുമ്പാകെ സമർപ്പിച്ചിരുന്നു. അതും വിശദമായി ഞങ്ങൾ പരിശോധിച്ചപ്പോൾ 1 ലിറ്ററിന് 1 പൈസ ജല വില വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ അഭ്യർത്ഥനക്ക് LDF അംഗീകാരം കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വരുമ്പോൾ ഒരു ചെറിയ വരുമാനം അവർക്ക് വർദ്ധിക്കും. അങ്ങനെ വന്നാൽ വാട്ടർ അതോറിറ്റിയെ കൂടുതൽ മെച്ചപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടി കഴിയും. ആലപ്പുഴയിൽ ലഹരിക്കടത്ത് സംഘവുമായുള്ള CPM ബന്ധത്തിന്റെ കൂടുതൽ തെളിവുകൾ ന്യൂസ് 18. 1/2 കോടിയുടെ ലഹരിക്കടത്ത് കേസിൽ അറസ്റ്റിലായ ഡിവൈഎഫ്ഐ ആലിശ്ശേരി മേഖലാ വൈസ് പ്രസിഡന്റ് വിജയകൃഷ്ണൻ അടക്കം 5 പ്രതികളെ ജാമ്യത്തിലിറക്കിയത് CPM പ്രാദേശിക നേതാക്കളാണ്. വിജയകൃഷ്ണനെ മുഖ്യപ്രതിയാക്കി പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിട്ടും നടപടിയെടുക്കാതെ സംരക്ഷണം ഒരുക്കുകയാണ് CPMഉം ഡിവൈഎഫ്ഐയും. ദൃശ്യങ്ങൾ കാണുന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് 24 പുലർച്ചെ ആലപ്പുഴ സൗത്ത് പോലീസ് പിടിച്ചെടുത്ത 1/2 കോടിയുടെ നിരോധിത ലഹരി വസ്തുക്കളാണ്. കരുനാഗപ്പള്ളിയിലേതിന് സമാനമായി പച്ചക്കറി ലോറിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു കടത്തൽ. 723/2022 എന്ന ക്രൈം നമ്പറിൽ സൗത്ത് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ഡിവൈഎഫ്ഐ ആലിശ്ശേരി മേഖലാ വൈസ് പ്രസിഡന്റും CPM വലിയമരം ബ്രാഞ്ച് അംഗവുമായ വിജയകൃഷ്ണൻ, റഫ്സൽ, CPM CV ബ്രാഞ്ച് അംഗമായിരുന്ന ഇജാസ്, സാജു എന്നിവരായിരുന്നു മുഖ്യപ്രതികൾ. ലഹരി മാഫിയെ ജാമ്യത്തിലിറക്കാൻ എത്തിയതാകട്ടെ CPM ഡിവൈഎഫ്ഐ പ്രാദേശിക നേതാക്കളും. റഫ്സൽ, വിജയകൃഷ്ണൻ എന്നിവർക്കായി സ്റ്റേഷൻ ജാമ്യം നിന്നത് CPM വലിയമരം ബ്രാഞ്ച് കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ ആലിശ്ശേരി മേഖലാ സെക്രട്ടറിയുമായ സിനാഫാണ്. ഇജാസ് ഉൾപ്പെടെയുള്ള പ്രതികൾക്കായി സൗത്ത് സ്റ്റേഷനിൽ എത്തിയവർ CV വാർഡിലെ സജീവ ഡിവൈഎഫ്ഐ പ്രവർത്തകരായ ബിലാൽ, ഷഹനാസ് എന്നിവരും. ജാമ്യം നിന്ന സിനാഫ്, മുഖ്യപ്രതി വിജയകൃഷ്ണൻ എന്നിവർ കരുനാഗപ്പള്ളി കേസിൽ ആരോപണ വിധേയനായ CPM കൗൺസിലർ ഷാനവാസുമായി അടുത്ത ബന്ധമാണുള്ളത്. കേസിൽ വിജയകൃഷ്ണൻ ഉൾപ്പെടെയുള്ള പ്രതികൾക്കെതിരെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിട്ടും CPMO ഡിവൈഎഫ്ഐയോ ഒരു സംഘടനാ നടപടിക്കും തയ്യാറായിട്ടില്ല. സർക്കാരിന്റെയും പാർട്ടിയുടെയും ഭാഗമായി പകൽ ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ, രാത്രിയിൽ ലഹരി കടത്ത്. ആലപ്പുഴയിലെ പല കുട്ടി നേതാക്കന്മാരുടെയും ദിനചര്യ ഇപ്പോൾ ഇതാണ്. ഗ്രൂപ്പിസത്തിന് തണലിൽ നേതാക്കന്മാർ സംരക്ഷണം ഒരുക്കുമ്പോൾ ആലപ്പുഴയിലെ പാർട്ടിയിൽ ക്രിമിനലുകൾ തഴച്ചു വളരുകയാണ്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ആലപ്പുഴ CPMലെ പ്രശ്നങ്ങൾ പരിശോധിക്കുമെന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ആലപ്പുഴയല്ല, എവിടെയായാലും സംഘടനാപരമായി പരിശോധിക്കേണ്ടത് പരിശോധിക്കും. പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകും. ജനങ്ങൾക്ക് അന്യമായ ഒന്നും പാർട്ടി അംഗീകരിക്കില്ല. തെറ്റായ ഒരു പ്രവണതയ്ക്കും പാർട്ടി കൂട്ടുനിൽക്കില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ആലപ്പുഴ ജില്ലയിലായാലും ഏത് ജില്ലയിലായാലും പാർട്ടി സംഘടനാപരമായി പരിശോധിക്കേണ്ടതെല്ലാം കൃത്യമായിട്ട് പരിശോധിച്ച് പോകുന്ന നില സ്വീകരിക്കും. അതിൽ ഏത് ജില്ലക്കും ഒഴിവില്ല, എല്ലാ ജില്ലക്കും ബാധകമാണ്. അങ്ങനെ പ്രത്യേക സാഹചര്യങ്ങൾ, ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ പ്രശ്നങ്ങളെ കൃത്യമായിട്ട് കണ്ട് പരിശോധിച്ച് പോകുക എന്നുള്ളത് തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ ഉത്കണ്ഠപ്പെടുകയൊന്നും വേണ്ട, ആശങ്കപ്പെടുകയൊന്നും വേണ്ട. കൃത്യമായിട്ട് നിലപാട് സ്വീകരിച്ച് പാർട്ടി മുന്നോട്ടേക്ക് പോകും. എന്ത് പരാതി? ഒരു പരാതിയും വന്നില്ല. ഇവിടെ ഒരു പരാതിയും വന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, സംഘടനാപരമായിട്ടുള്ള ഇടപെടൽ സ്വാഭാവികമാണ് പാർട്ടി സംഘടനക്കകത്ത്. അതിന് ഇടപെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമുണ്ടോ? പഞ്ചസാരക്ക് മധുരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വല്ല കാര്യമുണ്ടോ? പഞ്ചസാരയുടെ സഹജ സ്വഭാവമാണ് മധുരം. അതുപോലെ അവിടെ നിന്ന് ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ടോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ? ഞങ്ങൾ താഴെ തലം വരെ ഇടപെടും. താഴെ തലം മുതൽ മേലെ തലം വരെ സഹാക്കളും പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ടാണ് കാര്യങ്ങളും തീരുമാനങ്ങളും എടുത്തു പോവുക. അതിന് സംശയമൊന്നുമില്ല. അങ്ങനെ അവസ്ഥയൊന്നുമില്ല. എല്ലാം ശരിയായ രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത്. ജാഗ്രത തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ജാഗ്രതയാണ് സസ്പെൻഡ്. ഒരു പാർട്ടി മെമ്പറെ സസ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ജാഗ്രതയായ നിലപാടാണ്.
അന്വേഷണം നടത്തി കഴിഞ്ഞാൽ പിന്നെയാണ് അതിന് വേറെ നടപടി വേണമെന്ന് തീരുമാനിക്കും. അല്ല, കുറ്റക്കാരനല്ലെന്നല്ല പറഞ്ഞത്. നടപടി എന്ന് പറയുന്നത് ഒരു പ്രത്യേക പശ്ചാത്തലത്തിലാണല്ലോ എടുക്കുന്നത്. ഒരു വേട്ടയാടലിന് മുന്നിലും തല കുനിക്കാറില്ലെന്ന ഇ.പി. ജയരാജൻ. എല്ലാ കാലത്തും വിവാദങ്ങൾ പിന്തുടർന്നിട്ടുണ്ട്. വിവാദങ്ങൾ ആരുണ്ടാക്കിയെന്ന് മാധ്യമപ്രവർത്തകർ അന്വേഷിച്ച് കണ്ടെത്തണമെന്നും ഇ.പി. ജയരാജൻ. ഞാനായിരിക്കണമെന്നും വളരെ കർക്കശമായ നിലപാട് സ്വീകരിക്കുന്ന ഒരാളാണ്. എനിക്ക് തെറ്റുപറ്റരുത്. അത് നിങ്ങൾ തന്നെ കണ്ടെത്തൂ. നിങ്ങൾ കണ്ടെത്തൂ. നിങ്ങൾ സമർത്ഥരായ പത്രപ്രവർത്തകരല്ലേ, ഗവേഷകരല്ലേ, നിങ്ങൾ എന്തെല്ലാം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കൂ. നിങ്ങൾ അതിനുള്ള കഴിവും പ്രാപ്തിയുള്ളവർ തന്നെയാണ് നമ്മുടെ പത്രക്കാരൊക്കെ. നിങ്ങളുടെ കഴിവുകളൊക്കെ എല്ലാ കഴിവുകളും ഉള്ളവരുണ്ട്. ഉണ്ടോന്ന് പരിശോധിച്ചോളൂ. അതുകൊണ്ട് ഞാൻ എന്റെ വേട്ടയാടാൻ പുറപ്പെട്ടാലെന്നായിരുന്നു ഞാൻ തലവിളിച്ചു കൊടുക്കില്ല. കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ചർച്ചകൾ തള്ളി നേതാക്കൾ. ശശി തരൂരിനെതിരെ പരോക്ഷ വിമർശനം ഉന്നയിച്ച രമേശ് ചെന്നിത്തല 4 വർഷം കഴിഞ്ഞ് ആരെന്താകുമെന്ന് ഇപ്പോൾ പറയേണ്ടതില്ലെന്ന് പ്രതികരിച്ചു. ആരെങ്കിലും കോട്ട് തയ്ച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് ഊരി വെക്കണമെന്നും ചെന്നിത്തല പറഞ്ഞു. നമ്മൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം. അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. 4 വർഷം കഴിഞ്ഞ് ഞാൻ ഇന്നതാകുമെന്ന് ഇപ്പോൾ ആരും പറയേണ്ട ആവശ്യമില്ല. കാരണം 4 വർഷം കഴിഞ്ഞ് കേരളത്തിലും ഇന്ത്യയിലും എന്താ സംഭവിക്കുന്നതെന്ന് ഇപ്പോഴിവിടെ പറയേണ്ട ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ആര് കോട്ട് തയ്പ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ തൽക്കാലം ആ കോട്ടുകളൊക്കെ നൂരി വെച്ച് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് വിജയിപ്പിക്കാൻ വേണ്ടി എല്ലാവരും രംഗത്തിറങ്ങണമെന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. നേതാക്കൾ കാര്യങ്ങൾ പരസ്യമായി പറയുന്നത് അവസാനിപ്പിക്കണമെന്ന് എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ ആവശ്യപ്പെട്ടു. പാർട്ടിക്കുള്ളിൽ ചർച്ചയ്ക്ക് അവസരമുള്ള പാർട്ടിയാണ് കോൺഗ്രസ് എന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞു. സാധാരണ രാഷ്ട്രീയ കാര്യങ്ങൾ ഞാൻ ഈ പാർട്ടിക്കകത്തുള്ള എന്തെങ്കിലും കാര്യം ഞാൻ പൊതുയോഗത്തിൽ പറയാറില്ല, മീറ്റിംഗുകളിൽ പറയാറില്ല. ഒരു മാസത്തിൽ 3 യോഗം നടന്നു. എന്ത് പറയാനുണ്ടെങ്കിലും അവിടെ ചർച്ച ചെയ്യുക, അതിനകത്ത് ചർച്ച ചെയ്യുക. ചർച്ചയ്ക്ക് സ്വാതന്ത്ര്യമുള്ള ഏറ്റവും കൂടുതൽ ജനാധിപത്യത്തിൽ നമ്മുടെ പാർട്ടി അല്ലെങ്കിൽ വേറെ ഏത് പാർട്ടിയുള്ളത്. അപ്പൊ നമ്മൾ എടുക്കേണ്ട ഒരു കാര്യം, കെ കരുണാകരന്റെ ഈ വലിയ സ്മരണ ഉയർത്തുന്ന ഈ കെട്ടിടം പടുത്തുയർന്നതോടൊപ്പം കേരളത്തിലെ കോൺഗ്രസുകാരന്റെ മനസ്സിലുള്ള സ്വപ്നത്തിന്റെ ഗോപുരം അത് തച്ചുടക്കാതെ നോക്കേണ്ട ഉത്തരവാദിത്വം എനിക്കും നിങ്ങളുമായ കോൺഗ്രസുകാർക്കുണ്ട് എന്നുള്ള കാര്യം വിനയപൂർവ്വം ഉറപ്പിക്കുകയാണ്. സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണെന്ന് കെ മുരളീധരൻ പ്രതികരിച്ചു. അതുകൊണ്ട് പാർലമെന്റിലെ സ്ഥാനാർത്ഥികളായിട്ട് ആര് വരട്ടെ, ഇപ്പൊ അതിനെക്കുറിച്ച് ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്. വരുന്ന സ്ഥാനാർത്ഥിയെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കാതിരിക്കുക എന്നുള്ള ഒരു കർത്തവ്യം കൂടെ എല്ലാവരും ഏറ്റെടുക്കണം. കാരണം നമ്മുടെ കയ്യിലൊന്നുമില്ല. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട പ്രസ്താവന വിവാദമാക്കേണ്ടതില്ലെന്ന് ശശി തരൂർ ആവർത്തിച്ചു. താൽപര്യമുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ട് എന്ന് പറയുക മാത്രമാണ് ചെയ്തത്. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയും ജനങ്ങളുമാണെന്നും തരൂർ പറഞ്ഞു. ഞാൻ എപ്പോഴും പറഞ്ഞിരിക്കുന്നത് 26-ലാണ് തെരഞ്ഞെടുപ്പ്. നമുക്ക് മുഖ്യമന്ത്രി നിലവിലുണ്ട്, അദ്ദേഹത്തിന് വലിയ ഭൂരിപക്ഷമുണ്ട്. അപ്പൊ 26-ന് മുമ്പ് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ആവശ്യമില്ല. ഇപ്പൊ നിങ്ങൾ മുഖ്യമന്ത്രിയാവാൻ തയ്യാറല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എങ്ങനെ തയ്യാറല്ല. അപ്പോൾ ഏത് ഉത്തരവാദിത്വം പാർട്ടി നൽകിയാലും ആ ഉത്തരവാദിത്തം ഞാൻ പൂർത്തിയാക്കാൻ ശ്രമിക്കും. അതാണ് ഇപ്പൊ അതിനേക്കാൾ കൂടുതൽ പറഞ്ഞിട്ടില്ലേ. ആരാണ് സ്വയം ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. ഞാനിപ്പോ സംശയങ്ങൾ എന്തുകൊണ്ട് വരുന്നു എന്നതാണ് ചോദിക്കുന്നത്. അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. കോൺഗ്രസ് പാർട്ടി കോൺഗ്രസിന്റെ ഓരോരോ വിഷയത്തെ ഡീൽ ചെയ്യുന്ന ഒരു സംശയമില്ല, പേടിക്കണ്ട. അതൊക്കെ തീരുമാനം എടുക്കുന്ന സമയം അതും പാർട്ടിയാണ് തീരുമാനിക്കുക. പാർട്ടിയും ജനങ്ങളുമാണ് ജനാധിപത്യത്തിലല്ല തീരുമാനിക്കുക. പാർട്ടിയുടെയും ജനങ്ങളുടെയും തീരുമാനം പോലെ നടക്കാം. മലബാർ പര്യടനം തുടരുന്ന ശശി തരൂരിനെ സ്വാഗതം ചെയ്ത സമസ്തയും KNM-ഉം. കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനമാണ് ശശി തരൂരിന്റേതെന്ന് സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. തരൂരിന്റെ വ്യക്തിത്വവും പ്രാപ്തിയും എല്ലാവർക്കും അറിയുന്ന കാര്യമാണെന്ന് KNM അധ്യക്ഷൻ TP അബ്ദുല്ലക്കോയ മദനി ചൂണ്ടിക്കാട്ടി. ശശി തരൂരിന്റെ മലബാർ സന്ദർശനം തുടരുകയാണ്. സംസ്ഥ ആസ്ഥാനത്തെത്തിയ ശശി തരൂർ ജിഫ്രി മുത്തുക്കോയ തങ്ങളുമായി ചർച്ച നടത്തി. തരൂർ വിശ്വപൗരനാണെന്നും കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നതെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. ശശി തരൂരിനെ പോലുള്ളവർ ഒരു വിശ്വപൗരന്മാരാണല്ലോ. കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനുള്ള ഒരു ശക്തമായ പ്രകടനമാണ്, പര്യാടനമാണ് മുമ്പിൽ നടത്തുന്നത്. KNM ആസ്ഥാനത്തെത്തിയ തരൂർ മുജാഹിദ് നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തി. തരൂർ കഴിവും പ്രാപ്തിയുമുള്ള നേതാവാണെന്ന് TP അബ്ദുല്ലക്കോയ മദനി. പരസ്പരം സ്നേഹം കൈമാറി
എന്നതിൽ കവിഞ്ഞ് മറ്റൊരു പ്രത്യേകതയും ആ സന്ദർശനത്തിനുണ്ടായിരുന്നില്ല. ചർച്ചയിലെ എല്ലാ കാര്യങ്ങളും പറയാനാകില്ലെന്ന് തരൂർ പ്രതികരിച്ചു. ചില കാര്യങ്ങൾ ഞങ്ങൾ ഇടയിൽ സംസാരിച്ചു, ചിലത് നിങ്ങളുടെ മുമ്പിൽ പറയുന്നു. പക്ഷെ എല്ലാ വിധത്തിലും നന്നായി നടന്നൊരു മീറ്റിംഗ് ആണ് മാത്രമേ പറയൂ. MK രാഘവൻ MP-ക്കൊപ്പമാണ് തരൂരിന്റെ മലബാർ പര്യടനം. കോഴിക്കോട് DCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ശശി തരൂരിന്റെ പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ന്യൂസ് 18 കോഴിക്കോട്. മകരവിളക്കിനൊരുങ്ങി സന്നിധാനം. പമ്പാ വിളക്ക് തെളിയിച്ച് ഭക്തർ. റിപ്പോർട്ട് കാണാം ഇടവേളയ്ക്ക് ശേഷം. നാളെ മകരവിളക്ക്. സന്നിധാനം ഒരുങ്ങി. മകരവിളക്കിനുള്ള ഒരുക്കങ്ങളിലാണ് ശബരിമലയും പമ്പയും. പ്രധാന ചടങ്ങുകളായ പമ്പാ സദ്യയും പമ്പാ വിളക്കും നടന്നു. ഷാനോസ് ഡേവിഡ് ശബരിമലയിൽ നിന്ന് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷാനോസ്, മകരജ്യോതി ദർശനത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഭക്തലക്ഷങ്ങൾ ആ മുഹൂർത്തത്തിനായി അവിടെ കാത്തു നിൽക്കുകയാണ്. പമ്പാ വിളക്ക് അതിനോടനുബന്ധിച്ച ചടങ്ങാണ് പ്രധാനപ്പെട്ടത്. അത് കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്തൊക്കെ ചടങ്ങുകളാണ് ബാക്കിയുള്ളത്? ഒരുക്കങ്ങൾ അവിടെ എങ്ങനെ പുരോഗമിക്കുന്നു? ആര്യ, ഒരുക്കങ്ങൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ്. മകരവിളക്കിന് തലേ ദിവസമായി ഇന്ന് പമ്പയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നാണ് പമ്പ വിളക്കും പമ്പ സദ്യയും. പമ്പ സദ്യ ഉച്ചയ്ക്കായിരുന്നു. അതിനുശേഷം ഇന്ന് വൈകുന്നേരം ഏതാണ്ട് നമ്മുടെ സന്നിധാനത്ത് ദീപാരാധന നടക്കുന്ന അതേ സമയത്താണ് ത്രിവേണിയിൽ വിളക്കുകൾ, പ്രത്യേകം സജ്ജീകരിച്ച വിളക്കുകൾ ഒഴുക്കുന്ന പമ്പ വിളക്ക് എന്ന് പറയുന്ന ചടങ്ങ് നടക്കുന്നത്. സാധാരണ മുൻകാലങ്ങളിലൊക്കെ വലിയ തോതിൽ നിരവധി വിളക്കുകൾ ഒഴുക്കുന്ന ഒരു ചടങ്ങാണിത്. വളരെ കുറവായിരുന്നു എന്ന് മാത്രമാണ്. പക്ഷേ ഒരു ചടങ്ങെന്ന രൂപത്തിൽ ഇത് നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഗണപതി കോവിലിലും നിരവധി ദീപങ്ങൾ തെളിയിച്ച് ഇതിനൊപ്പം തന്നെ ഈ പമ്പ വിളക്കിന്റെ ചടങ്ങുകൾ നടന്നു എന്നുള്ളതാണ് ഇന്ന് വൈകുന്നേരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നായി പമ്പയിൽ നടന്നിട്ടുള്ളത്. പിന്നെ തിരക്കിനെ കുറിച്ച് പറഞ്ഞാൽ ഇനി മണിക്കൂറുകൾ മാത്രമാണ്. നാളെ ഏതാണ്ട് ഈ സമയത്ത് ഈ മകരവിളക്കിന്റെ വലിയ തിരക്ക് അവസാനിക്കും. നാളെ ഇതേ സമയത്ത്, അതായത് നാളെ വൈകുന്നേരമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ സന്നിധാനത്തേക്ക് തീർത്ഥാടകരുടെ പ്രവാഹം വലിയ തോതിൽ തന്നെ ഉണ്ടായിരുന്നു. അത് പോലീസ് അല്ലെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ വളരെയധികം പണിപ്പെട്ടാണ് ഈ ഒരു വലിയ തീർത്ഥാടക തിരക്കിനെ ശരിക്കും ക്രമീകരിച്ച് നിർത്തിയത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഞാൻ നേരത്തെയും സൂചിപ്പിച്ചിരുന്നു, 7ഓളം വരുന്ന സെഗ്മെന്റുകളാക്കി ഈ ടോട്ടൽ ക്യൂവിനെ, ഈ മൊത്തത്തിലുള്ള ക്യൂവിനെ 7ആയി തിരിച്ചുകൊണ്ടാണ് ഓരോ തീർത്ഥാടകരെയും സന്നിധാനത്തേക്ക് കടത്തിവിടാൻ ഉള്ള സജ്ജീകരണം നടത്തിയിരുന്നത്. വടം കെട്ടി തിരിച്ചുകൊണ്ട്, അതായത് ഒരു 150 മുതൽ 200 വരെ വരുന്ന തീർത്ഥാടകരെ വടം കെട്ടി തിരിച്ച് പ്രത്യേകമായി തിരിച്ചിട്ടാണ് ഇത്തരത്തിൽ ഓരോ തീർത്ഥാടകരെയും സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത്. കാരണം രാവിലെ മുതൽ വലിയ തിരക്കായതുകൊണ്ട് തന്നെ ആ തിരക്കിനെ നിയന്ത്രിക്കാൻ പോലീസിന് മുമ്പിൽ ഇതല്ലാതെ മറ്റൊരു മാർഗമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, വലിയ തിരക്കുണ്ടാവുന്ന ഒരു സന്ദർഭത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായാൽ, അത്യാഹിതമുണ്ടായാൽ അതൊക്കെയും നേരിടാൻ ഉള്ള സജ്ജീകരണങ്ങൾ ആരോഗ്യവകുപ്പും അതുപോലെ തന്നെ ദേശീയ ദുരന്ത നിവാരണ സേനയും ഒക്കെ തന്നെ നടത്തി കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് 20ഓളം വരുന്ന NDRF സംഘം പമ്പയിൽ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകം തയ്യാറാക്കിയ ബോട്ട്, അതുപോലെ തന്നെ സുരക്ഷാ ഉപകരണങ്ങൾ, സ്ട്രെച്ചറുകൾ ഒക്കെ അവർ കരുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ ടീമിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ് 20ഓളം ആംബുലൻസുകൾ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നു. നാളെ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ കൂടുതൽ 6ഓളം പ്രധാനപ്പെട്ട ഇടങ്ങളിലേക്ക് പ്രത്യേകം സജ്ജീകരിച്ച ആംബുലൻസുകൾ ഇടാനും ആരോഗ്യവകുപ്പ് പദ്ധതി ഇട്ടിട്ടുണ്ട്. അതായത് ഏത് സമയവും എന്ത് അത്യാഹിതമുണ്ടായാലും
അതൊക്കെയും നേരിടാൻ കഴിയുമെന്നുമുള്ള സജ്ജീകരണങ്ങളാണ് ഇവിടെ പോലീസും ആരോഗ്യവകുപ്പും ദേശീയ ദുരന്ത നിവാരണ സേനയും അടക്കമുള്ള പോലീസും സുരക്ഷാ സേനയും ഒക്കെ തന്നെ മുൻപോട്ട് നീങ്ങുന്നത്. എന്തായാലും ഇനി മണിക്കൂറുകൾ മാത്രമാണ് കാത്തിരിക്കാനുള്ളത്. അതുകൊണ്ട് സന്നിധാനത്തേക്ക് പോയ പല തീർത്ഥാടകരും തിരിച്ച് പമ്പയിലേക്ക് തന്നെ വരുന്നുണ്ട്. പമ്പയിൽ ഈ ഒരു രാത്രി കഴിച്ചുകൂട്ടി നാളെ ഒരു പകൽ കൂടി കടന്നു കഴിഞ്ഞാൽ മകരവിളക്ക് ദർശിച്ച് വീട്ടിലേക്ക് മടങ്ങിപ്പോകാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഓരോ തീർത്ഥാടകനും ശരണം വിളിയോടുകൂടി തന്നെ ഈ പമ്പയിൽ കഴിയുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും തിരക്ക് തുടരുകയാണ്. പോലീസുകാർ വളരെ കൃത്യമായി ആ തിരക്ക് ക്രമീകരിച്ച് മുകളിലേക്ക് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്നാലും രാവിലെ മുതൽ തുടങ്ങിയ തിരക്ക്, അഭൂതപൂർവമായ തിരക്ക് ഇപ്പോഴും തുടരുന്നു. ഈ തിരക്ക് നമുക്ക് തീർച്ചയായിട്ടും സന്നിധാനത്തും അനുഭവപ്പെടും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടിയാണ്, സന്നിധാനത്തെ തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയാണ്. അല്ലെ സന്നിധാനത്ത് ഏതെങ്കിലും തരത്തിലൊരു തിരക്ക് കൂടി ഒരു വലിയ തിരക്കിൽ ആളുകൾക്ക് ദർശനം സാധ്യമാകാതെ പോകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് പമ്പയിൽ ഇത്തരത്തിൽ ഒരു പ്രധാനപ്പെട്ട ക്രമീകരണം നടത്തി 7 സെഗ്മെന്റുകളാക്കി തിരിച്ച് 150-നും 200-നും ഇടയ്ക്ക് വരുന്ന തീർത്ഥാടകരെ തയ്യാറാക്കി അവരെ ഘട്ടം ഘട്ടമായി പമ്പയിലെ പരിശോധന, ആദ്യം സുരക്ഷാ പരിശോധനാ കേന്ദ്രത്തിലേക്ക് കടത്തിവിട്ട് അവിടെ നിന്ന് മല കയറി സന്നിധാനത്തേക്ക് ഓരോ തീർത്ഥാടകരും കടന്നു പോകുന്നു. എന്തായാലും ഇനി മണിക്കൂറുകൾ മാത്രമാണ് മകരവിളക്കിന് വേണ്ടി ലക്ഷക്കണക്കിന് തീർത്ഥാടകർ പല സ്ഥലങ്ങളിലായി പല കാനനപാതയിലടക്കം കടന്നു വരുന്ന സാഹചര്യമാണ്. നാളെ ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി സന്നിധാനത്തേക്ക് തീർത്ഥാടകരെ കയറ്റിവിടുന്നു അവസാനിപ്പിക്കും. അതിനുശേഷം ചടങ്ങുകൾ എന്തൊക്കെയാണ് ഷാനോസ്? നാളെ പതിവ് പോലെ തന്നെ പുലർച്ചെ 2:30-ക്ക് ശേഷം പള്ളി ഉണർത്തലോടുകൂടി തന്നെ ചടങ്ങുകൾ ആരംഭിക്കും. 3 മണിക്ക് നട തുറക്കും, 4 മണിയോട് ദർശനം ആരംഭിക്കും. അത് പതിവ് ചടങ്ങുകൾ ആണ് നാളെയും നടക്കാറുള്ളത്. പക്ഷേ നാളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മറ്റ് ചടങ്ങുകളിൽ വ്യത്യസ്തമായ ഒരു കാര്യം, തിരുവാഭരണങ്ങൾ ചാർത്തിക്കൊണ്ട് ഉള്ള പ്രധാനപ്പെട്ട ചടങ്ങുകൾ നാളെ നടക്കുന്നു എന്നുള്ളതാണ്. അതേസമയം വൈകുന്നേരം തന്നെ ഈ മകരവിളക്ക് ദർശിക്കാൻ ആവും എന്നുള്ളതാണ് ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് ഏറ്റവും സുപ്രധാനമായ ദർശനം എന്ന് പറയുന്നത്. അതുകൊണ്ട് അത്തരം ഒരു കാഴ്ചയ്ക്ക് വേണ്ടിയാണ് ആയിരക്കണക്കിന് 10,000-കണക്കിന് തീർത്ഥാടകർ ദർശന പുണ്യം തേടി ഭക്തജന ലക്ഷങ്ങൾ സന്നിധാനത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നാളെ വൈകുന്നേരത്തോടുകൂടി തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തിച്ചേരും. അതിനുശേഷം ദീപാരാധന, ആ സമയം തന്നെ മകരജ്യോതി ദർശനം. ഭക്തി സാന്ദ്രമായി നിൽക്കുന്നു ശബരിമല. ഭക്തിസാന്ദ്രമായി ശബരിമല, അയ്യനെ കാണാൻ ഭക്തലക്ഷങ്ങൾ, ദിവ്യജ്യോതി തെളിയാൻ മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രം. സമഗ്ര കവറേജ് ന്യൂസ് 18 കേരളം, നാളെ രാവിലെ മുതൽ. മറ്റ് വാർത്തകളിലേക്ക്. ISRO ചാരക്കേസ് തെറ്റാണെന്നും നമ്പിനാരായണന്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും CBI ഹൈക്കോടതിയിൽ. വ്യാജ ചാരക്കേസ് ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഗൌരവമേറിയ വിഷയമാണെന്നും CBI വാദിച്ചു. അന്താരാഷ്ട്ര ഗൂഢാലോചന നടന്നതിന് തെളിവില്ലെന്നും സിബി മാത്യൂസിന്റെ അഭിഭാഷകനും കോടതിയെ അറിയിച്ചു.
ISRO ചാരക്കേസ് കെട്ടിച്ചമയ്ക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ ഗൂഢാലോചന നടത്തിയെന്ന CBI കേസിൽ പ്രതികൾ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പ്രതികളുടെ വാദങ്ങളാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നടക്കുന്നത്. ചാരക്കേസ് തെറ്റായിരുന്നുവെന്നും നമ്പിനാരായണന്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും CBI അഭിഭാഷകൻ വാദിച്ചു. വ്യാജ ചാരക്കേസ് ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഗൌരവമേറിയ വിഷയമാണ്. ISROയിലെ പ്രമുഖ ശാസ്ത്രജ്ഞർക്കെതിരെ കള്ളക്കേസ് ചുമത്താനുള്ള ഗൂഢാലോചനയിൽ വിദേശ ശക്തികൾക്ക് പങ്കുണ്ടെന്നും CBI അഭിഭാഷകൻ പറഞ്ഞു. ജസ്റ്റിസ് K. ബാബുവിന്റെ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. തുടർന്ന് വാദമാരംഭിച്ച സിബി മാത്യൂസിന്റെ അഭിഭാഷകൻ അന്താരാഷ്ട്ര ഗൂഢാലോചന നടന്നതിന് തെളിവില്ലെന്നും കോടതിയെ അറിയിച്ചു. ഒന്നാം പ്രതി S. വിജയൻ, രണ്ടാം പ്രതി തമ്പി S. ദുർഗാദത്ത്, നാലാം പ്രതിയും മുൻ DGPയുമായ സിബി മാത്യൂസ്, ഏഴാം പ്രതിയും മുൻ IB ഡെപ്യൂട്ടി ഡയറക്ടറുമായ RB ശ്രീകുമാർ, 11ാം പ്രതി PS. ജയപ്രകാശ് എന്നിവരാണ് ജാമ്യ ഹർജികൾ നൽകിയിരിക്കുന്നത്. ISROയിൽ ശാസ്ത്രജ്ഞനായിരുന്ന നമ്പിനാരായണൻ ഉൾപ്പെടെയുള്ളവരെ ചാരക്കേസിൽ കുടുക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ ഗൂഢാലോചന നടത്തിയെന്ന ആരോപണത്തിൽ സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് CBI അന്വേഷണം. പ്രതികൾക്ക് ഹൈക്കോടതി നേരത്തെ മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. ഇതിനെതിരെ CBI നൽകിയ ഹർജിയിൽ പ്രതികളുടെ മുൻകൂർ ജാമ്യം റദ്ദാക്കിയ സുപ്രീംകോടതി ഹർജികൾ വീണ്ടും പരിഗണിച്ച് തീരുമാനമെടുക്കാൻ നിർദ്ദേശിച്ച് ഹൈക്കോടതിയിലേക്ക് മടക്കുകയായിരുന്നു. ന്യൂസ് 18 കൊച്ചി. അടിമാലിയിൽ വഴിയിൽ നിന്ന് ലഭിച്ച മദ്യം കഴിച്ച് ഒരാൾ മരിച്ച സംഭവം കൊലപാതകം. മദ്യം കഴിച്ചു മരിച്ച കുഞ്ഞുമോന്റെ സഹോദരിയുടെ മകൻ സുധീഷിനെ അടിമാലി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബിവറേജിൽ നിന്ന് മദ്യം വാങ്ങി വിഷം കലർത്തിയെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു. നിക്ഷേപ തട്ടിപ്പിൽ അറസ്റ്റിലായ പ്രവീൺ റാണ ഈ മാസം 27 വരെ റിമാൻഡിൽ. തൃശൂർ അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് നടപടി. പ്രതിഭാഗത്തിന്റെ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർത്തു. ഇനിയും നിരവധി പരാതികൾ കോടതിയിൽ എത്താനുണ്ടെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു. അതേസമയം സേഫ് ആൻഡ് സ്ട്രോങ് തട്ടിപ്പ് കേസിൽ കണ്ണൂരിലും പോലീസിന് പരാതികൾ ലഭിച്ചു. കണ്ണൂർ ബ്രാഞ്ചിലും നിക്ഷേപ തട്ടിപ്പ് നടന്നതായാണ് പരാതി. ഇന്നലെ മാത്രം 5 പരാതികൾ കണ്ണൂർ ടൗൺ പോലീസിൽ ലഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കണിയാപുരത്ത് പോലീസിന് നേരെ ബോംബേറ്. യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതികളെ പിടികൂടാനെത്തിയപ്പോഴാണ് പോലീസിന് നേരെ ബോംബേറുണ്ടായത്. തലനാരിഴയ്ക്കാണ് പോലീസുകാർ രക്ഷപ്പെട്ടത്. കസ്റ്റഡിയിലിരിക്കെ പ്രതി ഷമീർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. അടിമുടി നാടകീയ സംഭവങ്ങളാണ് ഇന്നലെയും ഇന്നുമായി കഴക്കൂട്ടം, മംഗലപുരം എന്നിവിടങ്ങളിൽ നടന്നത്. ബുധനാഴ്ച പുത്തൻതോപ്പ് സ്വദേശി നിഖിൽ നോർബറ്റിനെ കണിയാപുരത്തു നിന്ന് 12 അംഗ ഗുണ്ടാ സംഘം തട്ടിക്കൊണ്ടുപോയി. ഇന്നലെ രാവിലെ സംഘം നിഖിലിനെ വിട്ടുകിട്ടാൻ 5 ലക്ഷം രൂപ വേണമെന്ന് പിതാവിനോട് ഫോണിൽ വിളിച്ചാവശ്യപ്പെട്ടു. പിതാവ് കഴക്കൂട്ടം പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് ടവർ ലൊക്കേറ്റ് ചെയ്ത് പോലീസ് സംഘമുള്ള സ്ഥലത്തെത്തി. പോലീസിനെ കണ്ടതോടെ ഗുണ്ടാ സംഘം നിഖിലിനെ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു. പ്രദേശത്തെ സ്ഥിരം ഗുണ്ടകളായ പായിച്ചിറ സ്വദേശികൾ ഷമീർ, ഷെഫീഖ് എന്നിവരാണ് സംഭവത്തിന് പിന്നിലെന്ന് വിവരം ലഭിച്ചതോടെയാണ് പോലീസ് ഇവരുടെ വീട്ടിലേക്കെത്തിയത്. പോലീസ് വീട് വളഞ്ഞതോടെ ഇരുവരും ചേർന്ന് പോലീസിന് നേരെ നാടൻ ബോംബെറിഞ്ഞു. ഇവരുടെ മാതാവ് ഷീബ പോലീസിനെ മഴുകൊണ്ട് ആക്രമിച്ചു. എന്നാൽ ഷമീറിനെയും ഷീബയെയും സാഹസികമായി കീഴടക്കി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഷെഫീഖ് ഓടി രക്ഷപ്പെട്ടു. സ്റ്റേഷനിലെത്തിച്ചതിന് പിന്നാലെ ഷമീർ കയ്യിൽ കരുതിയിരുന്ന ബ്ലേഡ് ഉപയോഗിച്ച് കഴുത്തു മുറിച്ചു. ഷമീർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഷമീറും ഷഫീഖും മുൻപ് മംഗലപുരത്ത് സ്വർണ്ണ വ്യാപാരിയെ ആക്രമിച്ച കേസിലെ പ്രതികളാണ്. ഇരുവർക്കുമെതിരെ 20ഓളം ക്രിമിനൽ കേസുകളുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. കലോത്സവ ഭക്ഷണവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം തന്നെ അങ്ങേയറ്റം വേദനിപ്പിച്ചെന്ന് പഴയിടം മോഹനൻ നമ്പൂതിരി. തുടർന്നും കലോത്സവത്തിനായി വരാൻ ഭയമുണ്ട്. അതിനെ ചൊല്ലി എന്തെങ്കിലും അനിഷ്ട കാര്യങ്ങൾ ഉണ്ടായാൽ അതിന് തന്നെ ഉത്തരവാദിയായി മുദ്രകുത്തുമെന്ന് ഭയപ്പെടുന്നതായും പഴയിടം പറഞ്ഞു. ന്യൂസ് 18 കേരളം എഡിറ്റർ പ്രദീപ് പിള്ളയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് പഴയിടം ഇങ്ങനെ പറഞ്ഞത്. സ്വയം പ്രഖ്യാപിത ബുദ്ധിജീവികൾ അവരുടെ പ്രസ്താവനകളും അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ അവിടെ കൊണ്ട് തീരേണ്ട ഒരു സംഭവം ചാനൽ ചർച്ചകളിലൂടെ സജീവമാക്കി നിലനിർത്തിക്കൊണ്ട് വരികയും അപ്പോൾ അതിനെ അനുകൂലിക്കുകയും പ്രതികൂലിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തിനെ ഉണ്ടാക്കിയെടുക്കുകയും ആ സമയത്ത് തന്നെ നോൺ വെജ് ഭക്ഷണം കഴിച്ച അടുത്തടുത്ത ദിവസങ്ങളിൽ 2 പേരുടെ മരണമുണ്ടാക്കുകയും നമ്മൾ ഈ കഴിഞ്ഞ 26 വർഷമായിട്ട് അല്ലെങ്കിൽ 21 വർഷമായിട്ട് സ്കൂൾ കലോത്സവങ്ങൾക്ക് പാചകം ചെയ്യുന്നതിനിടയ്ക്ക് 16 തവണ തുടർച്ചയായിട്ട് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് പാചകം ചെയ്യും 2.25 കോടിയിലേറെ കുട്ടികൾക്ക് ഭക്ഷണം ചെയ്തു കൊടുക്കുകയും ചെയ്തൊരവസ്ഥയിൽ ഇതുവരെ ഒരാൾക്കൊരു വയറ്റുവേദന പോലും ഉണ്ടാകുകയില്ല എന്ന് ഞാൻ പറയുക മാത്രമല്ല എല്ലാവരും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തൊരു സാഹചര്യത്തിൽ ഈ നോൺ വെജ് ഭക്ഷണം കഴിച്ച ചില കുട്ടികളുടെ മരണം കൂടി വന്നപ്പോഴത്തേക്കും അവിടെ ഒരു ഇതിനെ നോൺ വെജിനെ സപ്പോർട്ട് ചെയ്യുന്ന വലിയൊരു ശക്തി, വലിയൊരു വിഭാഗം ആൾക്കാർ അവിടെ ഉണ്ട് എന്നറിയുന്നതും വെജിറ്റേറിയൻ ഭക്ഷണത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നൊരു ധാരണ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യം ഉണ്ടാക്കും എന്നൊക്കെ വിചാരിക്കുന്നതിൽ തെറ്റുണ്ടായിരുന്നോ? തെറ്റുണ്ടോ? അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനൊരു തുറന്ന ഡിബേറ്റിലേക്ക് എത്തിയപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയില്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ?
സ്വാഭാവികമായിട്ടും. കാരണം നമ്മൾ വളരെ ക്ലീനാണ് കാര്യം. ഇപ്പോൾ 23 വർഷങ്ങളായിട്ട് ഇതുവരെ ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. 2.25 കോടിയിലേറെ കുട്ടികൾ ഭക്ഷണം കഴിച്ച് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ട് ഹോട്ടലിൽ കയറി കഴിച്ച 2 കുട്ടികൾ കുട്ടികളെന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട 2 ആൾക്കാർ മരിച്ചു. നോൺ വെജ് ഭക്ഷണം കഴിച്ചതിൻ്റെ പേരിലാണ് എന്ന് ബോധ്യമാകുക. അപ്പോൾ വെജിറ്റേറിയൻ ഭക്ഷണത്തിൻ്റെ ഒരു ക്വാളിറ്റി ഇതാണെന്ന് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യും. എൻ്റെ രീതിയാണല്ലോ, നമുക്ക് അങ്ങനെ പറഞ്ഞല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതിനെതിരെ ഒരു ത്രെട്ട് സ്വാഭാവികമായിട്ട് പ്രതീക്ഷിക്കുന്ന രീതിയിൽ അടുക്കളയ്ക്ക് ചുറ്റിനും കൃത്യമായ രീതിയിലുള്ള സെക്യൂരിറ്റി ഫോഴ്സസ് ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച അല്ലെങ്കിൽ എൻ്റെ ഭയം അത് കൂടുതൽ ഉണ്ടാക്കുക. എനിക്കുണ്ടായിരുന്ന ഭയത്തിന് അടിസ്ഥാനമുണ്ടെന്ന് എനിക്ക് സ്വയം ബോധ്യപ്പെട്ട സമയങ്ങളായിരുന്നത്. കായിക വാർത്തകൾ. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഏകദിന മത്സരത്തിനായി ഇന്ത്യ ശ്രീലങ്ക ടീമുകൾ തിരുവനന്തപുരത്തെത്തി. എയർ വിസ്താരയുടെ പ്രത്യേക വിമാനത്തിൽ വൈകിട്ട് 4 മണിയോടെയാണ് ടീമുകൾ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയത്. തിരുവനന്തപുരം ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജീവിന്റെ നേതൃത്വത്തിൽ വിമാനത്താവളത്തിലെ ആഭ്യന്തര ടെർമിനലിൽ ടീമുകളെ സ്വീകരിച്ചു. സ്വീകരണത്തിന് ശേഷം ഇന്ത്യൻ ടീം ഹോട്ടൽ ഹയാത്തിലേക്കും ശ്രീലങ്കൻ ടീം ഹോട്ടൽ താജ് വിവാന്തയിലേക്കും പോയി. ഞായറാഴ്ച ഉച്ചയ്ക്ക് 1:30 മത്സരം ആരംഭിക്കുന്നത്. ഇനി കാണാൻ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. ഇ.പി. ജയരാജൻ പാർട്ടിയിൽ വീണ്ടും സജീവമായതായി എം വി ഗോവിന്ദൻ. ഇ.പിയുടെ അവധി കഴിഞ്ഞതായും എം വി ഗോവിന്ദൻ. RSS മതനിരപേക്ഷതയെ വെല്ലുവിളിക്കുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. മോഹൻ ഭാഗവതിന്റെ പ്രസ്താവന ഭയപ്പെടുത്തുന്നതാണെന്നും എം വി ഗോവിന്ദൻ. ആലപ്പുഴ നഗരസഭാ ചെയർപേഴ്സണെ യുവമോർച്ച പ്രവർത്തകർ ഉപരോധിച്ചു. ലഹരി കടത്തു കേസിൽ ആരോപണ വിധേയനായ CPM കൌൺസിലർ ഷാനവാസിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടാണ് ഉപരോധം. ബഫർ സോൺ വിഷയത്തിൽ പരാതി സ്വീകരിക്കാനായിരുന്നു സമയ പരിധി നൽകിയിരുന്നതെന്ന് മന്ത്രി A.K. ശശീന്ദ്രൻ. പരിശോധന എന്നത്തേക്ക് പൂർത്തിയാക്കും എന്ന് തീരുമാനിച്ചിട്ടില്ല. ഇതിന് അധികം സമയം വേണ്ടിവരില്ലെന്നും ശശീന്ദ്രൻ. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസ് കള്ളക്കേസാണെന്നും കേസിന് പിന്നിൽ മുഖ്യമന്ത്രിയാണെന്നും BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. ജാതി പറഞ്ഞ് പീഡിപ്പിച്ചെന്ന് സുന്ദര ഇതുവരെ പറഞ്ഞിട്ടില്ലെന്നും സുരേന്ദ്രൻ. സ്കൂൾ കലോത്സവത്തിൽ ബീഫ് വിളമ്പുന്നുണ്ടെങ്കിൽ പന്നിയും വിളമ്പണമെന്ന BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. കലോത്സവത്തിൽ യക്ഷഗാന കലാകാരന്മാരെ അപമാനിച്ചതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നും സുരേന്ദ്രൻ. അനധികൃത ബോർഡുകൾക്കും ബാനറുകൾക്കുമെതിരെ FIR രജിസ്റ്റർ ചെയ്ത് കേസെടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാരും വിവരം പോലീസിന് കൈമാറണമെന്നും ഹൈക്കോടതി. കുട്ടികൾ തമ്മിലുള്ള വഴക്ക് ഏറ്റെടുത്ത രക്ഷിതാക്കൾ. എറണാകുളം തേവയ്ക്കലിൽ ആണ് സംഭവം. വഴക്കിട്ട കുട്ടികളിൽ ഒരാളുടെ അമ്മ 11 വയസ്സുകാരനെ ക്രൂരമായി മർദ്ദിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. കോഴിക്കോട് യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്തതായി പരാതി. ജ്യൂസിൽ മയക്കുമരുന്ന് നൽകിയാണ് പീഡനം. സംഭവത്തിൽ 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കണ്ണൂരിൽ പോക്സോ കേസിൽ അധ്യാപകൻ അറസ്റ്റിൽ. തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു സ്കൂളിലെ അധ്യാപകൻ മലപ്പുറം കൊണ്ടോട്ടി ചെറിയൻ മായ്ക്കൻ ഫൈസലിനെയാണ് അറസ്റ്റ് ചെയ്തത്. എറണാകുളം പത്തടിപ്പാലത്ത് 2.5 കിലോ കഞ്ചാവ് പിടികൂടി. പോലീസ് വാഹന പരിശോധന നടത്തുന്നതിനിടെയാണ് കഞ്ചാവ് പിടിച്ചത്. ആലുവ സ്വദേശി ഷാബിറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇരട്ട ഭീകരാക്രമണത്തിൽ 7 പേർ കൊല്ലപ്പെട്ട രജൌരി ജില്ലയിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ധാൻഗ്രിയിൽ ഭീകരാക്രമണം നടന്ന സ്ഥലം സന്ദർശിച്ച ആഭ്യന്തരമന്ത്രി കൊല്ലപ്പെട്ട സാധാരണക്കാരുടെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ചു.
ചലച്ചിത്ര അക്കാദമിക്കെതിരായ ഗണേഷ് കുമാർ MLAയുടെ വിമർശനത്തിന് മറുപടിയുമായി അക്കാദമി ചെയർമാൻ രഞ്ജിത്ത്. അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞും അവ നേരിട്ട് മനസ്സിലാക്കാൻ ഗണേഷ് കുമാറിനെ അക്കാദമിയിലേക്ക് ക്ഷണിച്ചുമാണ് രഞ്ജിത്തിന്റെ മറുപടി. മുൻ ചെയർമാൻ കമലും ഗണേഷ് കുമാറിനെ തള്ളിപ്പറഞ്ഞു. IFFK നടത്തിപ്പും അവാർഡ് കൊടുക്കലും മാത്രമായി ചലച്ചിത്ര അക്കാദമി അധപ്പതിച്ചു എന്നായിരുന്നു ഗണേഷ് കുമാർ വിമർശിച്ചത്. അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് ഗണേഷ് കുമാറിന് രഞ്ജിത്തിന്റെ മറുപടി. നിലവിൽ നടത്തുന്ന 8 പദ്ധതികളും ഇനി നടത്താൻ പോകുന്ന 12 പദ്ധതികളും രഞ്ജിത്തിന്റെ മറുപടി കുറിപ്പിൽ വിവരിക്കുന്നു. ഗണേഷിന്റേത് പറയാൻ പാടില്ലാത്ത പരാമർശമാണെന്നും കാര്യങ്ങൾ നേരിട്ട് ബോധ്യപ്പെടാൻ അക്കാദമി ഓഫീസ് സന്ദർശിക്കാമെന്നും രഞ്ജിത്ത് വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. ഗണേഷ് കുമാറിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാൻ കമലും പ്രതികരിച്ചു. അല്ല, അത് വളരെ തെറ്റാണ്. അത് ഗണേഷ് കുമാർ അത് അന്വേഷിച്ചിട്ട് പറയണമായിരുന്നു. അദ്ദേഹം ഈ ചലച്ചിത്ര അക്കാദമിയുടെ മന്ത്രിയായിരുന്ന ആളാണ്. അദ്ദേഹം അത് അന്വേഷിച്ചിട്ട് പറയണമായിരുന്നു. ഇപ്പൊ ആസ്ഥാന മന്ത്രി ഉണ്ടാക്കുന്ന മാത്രമല്ല, റിസർച്ച് സെന്റർ എന്തൊക്കെയാണ് അക്കാദമിക് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചലച്ചിത്ര അക്കാദമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ദയവ് ചെയ്ത് അദ്ദേഹം മനസ്സിലാക്കണമായിരുന്നു. കഴിഞ്ഞ ദിവസം നിയമസഭാ പുസ്തകോത്സവത്തിന്റെ ഭാഗമായി നടത്തിയ ചർച്ചയ്ക്കിടെയായിരുന്നു ഗണേഷ് കുമാറിന്റെ വിമർശനം. ന്യൂസ് 18 തിരുവനന്തപുരം. നയന സൂര്യന്റെ മരണം സംബന്ധിച്ച കേസ് ഫയൽ മ്യൂസിയം പോലീസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി. മൊഴികൾ, ഫോറൻസിക് രേഖകൾ, അന്വേഷണ റിപ്പോർട്ടുകൾ അടക്കം പോലീസ് ശേഖരിച്ച എല്ലാ വിവരങ്ങളും കണ്ടെത്തലുകളും ഉൾപ്പെടുന്നതാണ് കേസ് ഫയൽ. കേസ് ഫയൽ വിശദമായി പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഫയലുകൾ പഠിക്കുന്നതിന് ഒരാഴ്ചയോളം സമയം വേണ്ടി വന്നേക്കും. കേസ് ഫയലുകൾ പഠിച്ചും പുതിയ ആരോപണങ്ങൾ പരിശോധിച്ചും ഏതൊക്കെ തരത്തിൽ അന്വേഷണം വേണമെന്നും ആരെയെല്ലാം ചോദ്യം ചെയ്യണമെന്നും തീരുമാനിക്കണം. കൊലപാതകം നടന്ന് വർഷങ്ങളായതിനാൽ തെളിവുകൾ ശേഖരിക്കുന്നതും പ്രയാസമാണ്. നയനയുടെ മൊബൈലിലെയും കമ്പ്യൂട്ടറിലെയും തെളിവുകൾ വീണ്ടെടുക്കാനാകുമോ എന്ന് അന്വേഷണ സംഘം പരിശോധിക്കും. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെയും കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരുടെയും മൊഴി രേഖപ്പെടുത്തും. അന്വേഷണ സംഘത്തിലെ ചിലർ വിരമിച്ചു. ആവശ്യമെങ്കിൽ ഇവരെയും ചോദ്യം ചെയ്യും. നയനയുടെ മരണത്തിൽ അസ്വാഭാവികതയില്ലെന്ന് കാട്ടിയാണ് മ്യൂസിയം പോലീസ് അന്വേഷണം അവസാനിപ്പിച്ചത്. ഇത് വിശ്വസിച്ച ബന്ധുക്കൾ തുടരന്വേഷണം ആവശ്യപ്പെട്ടില്ല. നയന മരിച്ചു കിടന്ന മുറി അകത്തുനിന്ന് കുറ്റിയിട്ടിരുന്നതായാണ് പോലീസ് ബന്ധുക്കളോട് പറഞ്ഞത്. നയനയുടെ സുഹൃത്തുക്കൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് നൽകിയതോടെയാണ് കേസ് വീണ്ടും ചർച്ചയായത്. കൊലപാതകത്തിന് സാധ്യതയുണ്ടെന്നായിരുന്നു ഫോറൻസിക് മുൻ സർജന്റെ മൊഴി. ശ്വാസം കിട്ടാത്തതാണ് മരണകാരണമെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിഗണിക്കാതെ പോലീസ് കേസ് അവസാനിപ്പിക്കുകയായിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ഇനി കുറച്ച് രാജസ്ഥാൻ വിശേഷങ്ങൾ കാണാം. ന്യൂസ് 18 കേരളത്തിലെ കോപ്പി എഡിറ്റർ ഗോപിക സുരേഷ് രാജസ്ഥാൻ കാഴ്ചകളിലൂടെ യാത്ര നടത്തുകയാണ്. ജയ്പൂരിലെ സിറ്റി പാലസിലെയും ഹവാമഹലിലെയും കാഴ്ചകളുമായി ഗോപികയുടെ റിപ്പോർട്ടോടെ വാർത്തകൾ വിശദമായി പൂർണ്ണമാകുന്നു. നമസ്കാരം. സിറ്റി പാലസിലാണുള്ളത്. രാജസ്ഥാനി പഗടി ഒരെണ്ണം വാങ്ങി വെച്ചു. സിറ്റി പാലസിന് എൻട്രൻസ് ഫീ ഉണ്ട്. ഒരാൾക്ക് 300 റുപ്പീസാണ്. ഇന്ത്യൻ ആണെങ്കിൽ 300 റുപ്പീസാണ്. ഇവിടെ അവർ പാലസിൻ്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചരിത്രമൊക്കെ എഴുതിയിട്ടുണ്ട്. അവിടെ മ്യൂസിയം ഉണ്ട്. പാലസിനോട് ചേർന്ന് സ്കൂളുണ്ട്. ഇവിടെയാണ് ടിക്കറ്റ് എടുക്കുന്നത്. ടിക്കറ്റ് എടുത്തതിന് ശേഷം പാലസിൻ്റെ ആ കാണുന്നതാണ് പാലസ് സ്കൂൾ. സിറ്റി പാലസ് സ്കൂളുണ്ട്, അതാണ്. സോ അകത്തേക്ക് പോകാം. അങ്ങനെ സിറ്റി പാലസിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഇവിടെ കുറേ ഗൈഡുമാരെ കാണാം. സിറ്റി പാലസിൻ്റെ അകത്ത് കുറേ ഗൈഡുമാരുണ്ട്. അവരെ നമുക്ക് പർച്ചേസ് ചെയ്യാം. നമ്മൾ നന്നായിട്ട് ബാർഗെയിൻ ചെയ്തിട്ട് പർച്ചേസ് ചെയ്യണം. നമുക്ക് 200 റുപ്പീസിന് ഒരു ഗൈഡിനെ കിട്ടിയിട്ടുണ്ട്. കാരണം വൈകുന്നേരമാണ്, ക്ലോസിംഗ് ടൈമാണ്. 6 മണി വരെ സിറ്റി പാലസ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത് ഫുള്ള് കണ്ടു തീരണം. അതുകൊണ്ട് നമ്മളൊരു ഗൈഡിനെ പർച്ചേസ് ചെയ്തു. അപ്പോൾ ഗൈഡ് ഈ സിറ്റി പാലസിൻ്റെ ചരിത്രവും കാര്യങ്ങളും ഒക്കെ നമുക്ക് പറഞ്ഞു തരും. इതാണ് നമ്മുടെ ഗൈഡ്. आपका नाम? नाम तो मैम गजेंद्र सिंह शेखावत है. हाँ. और अब यहाँ से आगे आपको वीडियोग्राफी अलाउ नहीं है. ഓക്കെ. ഫോൺ കണ്ടപ്പോൾ തന്നെ വീഡിയോഗ്രാഫി അലോ ചെയ്യില്ല എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു. ഏതായാലും നോക്കട്ടെ, വീഡിയോഗ്രാഫി അലോ ചെയ്യുന്ന സ്ഥലത്ത് പരമാവധി വീഡിയോ എടുക്കാൻ നോക്കാം. സോ അങ്ങനെ സിറ്റി പാലസിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. നമ്മൾ വരവേൽക്കുന്നത് തന്നെ ഒരു പീരങ്കിയൊക്കെ സൈഡിൽ വെച്ചിട്ടുണ്ട്. സിറ്റി പാലസിൻ്റെ ഉള്ളിൽ തന്നെ റെസ്റ്റോറൻറ്റും ഉണ്ട്, മ്യൂസിയം ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ആൻഡ് ബാറുണ്ട്. പാലസിനുള്ളിൽ ബാറും ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാണ് എൻട്രൻസ്. ഇവിടെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ട്.
അകത്തേക്ക് വരാം. ഒരു ബുക്ക് സ്റ്റോളൊക്കെ ഉണ്ട്. ഇവരുടെ ട്രഡീഷണൽ ഐറ്റംസ്. മഹാരാജ മാധവ് സിംഗ് ആണ്. ഇതാണ് മുബാറക് മഹൽ, വെൽക്കം മഹൽ എന്നാണ് പറയുന്നത്. റോയൽ ഫാമിലി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആയുധങ്ങളാണ് ഈ കാണുന്നത്. ഇവിടെ പല ഭാഗങ്ങളിലായിട്ട് ഇത്തരത്തിൽ ആയുധങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതായത് രാജാക്കന്മാർ പ്രൈവറ്റ് മീറ്റിംഗ് നടത്തിക്കൊണ്ടിരുന്ന, സാധാരണക്കാരുമായി സംവദിക്കുന്ന മുറികളായിരുന്നു ഇത്. ആ സ്ഥലമാണ് ഈ കാണുന്നത്. അതാണ് സിറ്റി പാലസിൻ്റെ നിലവിലുള്ള രാജകുടുംബം താമസിക്കുന്ന സ്ഥലം. ആ പതാക ഉണ്ടോ? 2 പതാകയുണ്ട്. 5 വർണ്ണങ്ങളുള്ള 2 പതാക. 2 പതാക ഉയർത്തിയിട്ടുണ്ടെങ്കിൽ നിലവിൽ രാജകുടുംബാംഗങ്ങൾ അവിടെ ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. 1 പതാക മാത്രമേ ഉള്ളെങ്കിൽ നിലവിൽ അവിടെ രാജകുടുംബാംഗങ്ങൾ താമസമില്ല, അവർ വിദേശത്തോ മറ്റോ പോയിരിക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ അവിടെ രാജകുടുംബാംഗങ്ങൾ ഉണ്ട്. നിലവിലെ രാജകുമാരന് 24 വയസ്സ് മാത്രമാണ് പ്രായം. ബ്രിട്ടനിലാണ് അദ്ദേഹം പഠിക്കുന്നത് എന്നാണ് ഇവിടുത്തെ ഗൈഡ് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കിയത്. ആ കാണുന്നത് രാജകുടുംബത്തിൻ്റെ ഒരു പ്രത്യേക നിറത്തിലുള്ള പതാകയാണ്. 5 നിറങ്ങളുള്ള പതാകയാണ്. ഹവാമഹലിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. ഹവാമഹലിലേക്ക് ടിക്കറ്റ് ഫീസ് ഉണ്ട്. ഭാരതീയ പര്യടക് ഇന്ത്യക്കാർക്ക് 50 രൂപ, വിദ്യാർത്ഥികൾക്കാണ് 20 രൂപ, വിദേശികൾക്ക് 20 രൂപ. അങ്ങനെ ഞങ്ങൾ ഇന്ത്യൻ ടൂറിസ്റ്റിന് 50, ഇന്ത്യൻ സ്റ്റുഡൻറ്റ്, ഫോറിൻ ടൂറിസ്റ്റിന് ഫോറിൻ സ്റ്റുഡൻറ്റിന് 100 ആണ്. അങ്ങനെ ഞങ്ങൾ അതാ ടിക്കറ്റ് എടുത്തു. സന്ധ്യ ടിക്കറ്റ് എടുത്ത് നമ്മളങ്ങനെ ഹവാമഹലിലേക്ക് കയറാൻ പോവാം. That's right. You need the guide? No. Without guide, how to give the information? The guide give the information of the thing. I just charge the 1,200 rupees. Google is not to give them. So local guide give the good information. I'm the official. I'm official guide. So she says I take the ഹവാമഹലിലേക്കുള്ള എൻട്രൻസ്. 1799 മഹാരാജ സവായ് പ്രതാപ് സിംഗ് ആണ് ഈ ഒരു മാളിക പണി കഴിപ്പിച്ചത്. നമുക്കെന്തായാലും കയറി നോക്കാം. അവിടെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ട്, സെക്യൂരിറ്റീസ് ഉണ്ട്. നമ്മൾ ടിക്കറ്റ് കാണിച്ചു, അല്ല എഴുതിയിട്ടുണ്ട്. ഇവിടെ ക്യാമറയ്ക്കും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. സെക്യൂരിറ്റി ചെക്കിൻ കഴിഞ്ഞ് നമ്മൾ അതാ ഹവാമഹലിൻ്റെ ഉള്ളിലേക്ക്, അതായത് നമ്മൾ നേരത്തെ പുറത്തുനിന്ന് കണ്ടില്ലേ, അതിൻ്റെ ഉള്ളിലുള്ള വ്യൂ ആണ്. ഇവിടെ ഒരുപാട് ഗൈഡ് ഉണ്ട്. നമുക്ക് ഗൈഡിനെ പർച്ചേസ് ചെയ്യാം. ഹായ്, കണ്ടോ ഇവരൊക്കെ ഗൈഡുമാരാണ്. ഇതാണ് ഹവാമഹലിൻ്റെ നേരത്തെ കണ്ട ആ ഒരു പുറമേ നിന്നുള്ള നിർമ്മിതിയുടെ ഉള്ളിലേക്കുള്ള ഇങ്ങനെ ഇരിക്കും. ഏതായാലും അകത്ത് കയറി നോക്കാം. 1799 മഹാരാജ സവായ് പ്രതാപ് സിംഗ് ആണ് ഈ ഒരു മാളിക പണി കഴിപ്പിച്ചത്. അതായത് 200 വർഷത്തിലധികം പഴക്കമുണ്ട് ഈ ഒരു കെട്ടിടത്തിന്. 5 നിലകളുണ്ട്. 5 നിലകളുള്ള ബിൽഡിംഗ് ആണ്.
കണ്ടോ? അതായത് ഇത് പണി കഴിപ്പിച്ചതിന് പിന്നിൽ ഈ കൊട്ടാരത്തിലെ സ്ത്രീകൾക്ക് ആ കാലത്ത് സ്ത്രീകൾക്ക് പുറം ലോകം കാണാൻ മറ്റു വഴികളൊന്നുമില്ലായിരുന്നു. അങ്ങനെ രാജാവ് അവർക്ക് പണി കഴിപ്പിച്ചു കൊടുത്ത ഒരു മാളികയാണിത്. ഇതിന് ഒരുപാട് ജനലുകളുണ്ട്, അതായത് ചെറിയ ചെറിയ ജാലകങ്ങളുണ്ട്. 953 ചെറിയ ജാലകങ്ങളുണ്ട്. ആ ജാലകങ്ങളിലൂടെയാണ് കൊട്ടാരത്തിലുള്ള സ്ത്രീകൾ, റാണിമാർ ഒക്കെ പുറം ലോകം, അതായത് ജയ്പൂരൊക്കെ കണ്ടിട്ടുള്ളത്.